വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം വിദ്വേഷ പരാമർശത്തെ പിന്തുണച്ച് ഹിന്ദു ഐക്യവേദി നേതാവ് കെ.പി. ശശികല വെള്ളാപ്പള്ളി പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്നും മലപ്പുറത്ത് ഹിന്ദുക്കൾ ഭയത്തോടെ ജീവിക്കുകയാണെന്നും ശശികല പറഞ്ഞു. വസ്തുത പറഞ്ഞതിന്റെ പേരിൽ വെള്ളാപ്പള്ളിയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം അംഗീകരിക്കില്ലെന്നും ശശികല പറഞ്ഞു. മലപ്പുറത്തെ ഹിന്ദുക്കളുടെ ഭയത്തെക്കുറിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയെ ശരിവെച്ച് ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല രംഗത്തെത്തി. വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ വസ്തുതയാണെന്നും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളെ അംഗീകരിക്കില്ലെന്നും ശശികല വ്യക്തമാക്കി. 1921 മലബാർ കലാപം അതിജീവിച്ചവർ വ്യക്തിപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. സ്വത്തുക്കളിൽ വലിയ അന്തരമുണ്ടായിരുന്നെന്നും ഹിന്ദുക്കളുടെ സാമൂഹികാവസ്ഥ പഠിക്കാൻ കമ്മീഷനെ നിയമിക്കണമെന്നും ശശികല ചൂണ്ടിക്കാട്ടി. ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത കാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നതിൽ പോലും പക്ഷാഭേദമുണ്ടായിരുന്നു. ആരാധ്യനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറ് ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന ഹിന്ദു ഐക്യവേദിയുടെ തീരുമാനപ്രകാരമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ പത്രസമ്മേളനത്തിന് എത്തിയിരിക്കുന്നത്. ഹൈന്ദവ സമൂഹത്തിൻ്റെ അവിഭാജ്യമായ ഭാഗമായ SNDP അതിൻ്റെ ആരാധ്യനായ നേതാവ് സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ആരും ക്രൂശിക്കപ്പെടാൻ പാടില്ല എന്നതുകൊണ്ടാണ് ശക്തമായ പിന്തുണയുമായി ഹിന്ദു ഐക്യവേദി ഇന്ന് ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. അത് ഇത്തരത്തിൽ ശക്തമായൊരു പിന്തുണ കൊടുക്കുന്നത് ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു സമുദായ സംഘടനയുടെ നേതാവാണ് എന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പിന്തുണയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, സത്യം ആര് പറഞ്ഞാലും അവരോടൊപ്പം ഞങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ 2015 മലപ്പുറത്ത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സമ്മേളനം നടന്നത്. ആ 2015 മലപ്പുറത്തെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ ഞങ്ങൾ അന്ന് വളരെ അടിത്തട്ട് വരെ നടത്തിയ ചർച്ചകളുടെയും പഠനത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു പ്രമേയം പാസ്സാക്കുകയും സർക്കാരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ആ പ്രമേയത്തിന്റെ ഭാഗമായ കാര്യങ്ങൾ തന്നെയാണ് ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചത് എന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ശക്തമായ പിന്തുണ കൊടുക്കേണ്ടി വരുന്നത്. യാഥാർത്ഥ്യത്തിലേക്ക് ചർച്ച പോകാതിരിക്കാൻ പുകമറ സൃഷ്ടിച്ച് എതിർക്കുകയാണ്. വിവേചനമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണെന്നും ശശികല പറഞ്ഞു. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് സ്മാരകം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കുമ്പോഴും കെ കേളപ്പിന് വേണ്ടി ഒരു സ്മാരകം നിർമ്മിക്കാൻ ശ്രമം നടക്കുന്നില്ലെന്നും ഇത് വരാതിരിക്കാൻ KT ജലീൽ അടക്കമുള്ളവർ ഇടപെടുന്നതായും ശശികല ആരോപിച്ചു. ഇന്ത്യൻ ഭരണഘടന എവിടെയും മതസംവരണം പറഞ്ഞിട്ടില്ല. എന്നാൽ മുസ്ലിം സമൂഹം ഇരട്ട സംവരണം അനുഭവിക്കുന്നുണ്ടെന്നും ശശികല ആരോപിച്ചു. കേരള വിഷൻ, മലപ്പുറം.